ഹലോ അസ്സാം വലൈക്കും. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് കുറേ കൂടെ യൂട്യൂബിലൊക്കെ ഉണ്ടാകുന്ന കുറേ ആൾക്കാർ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു ഐറ്റം കൂടി എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് സാധാരണ നമ്മളെ മുഹമ്മദ് കാ ഷർബത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ പോലെ ഭയങ്കര ഫേമസ് ആയിട്ട് വൈറലായിട്ടുള്ള ഒരു ജ്യൂസ് വീഡിയോ ആണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഗുഡ് ലൈഫ് ലോങ് ലൈഫ് അങ്ങനെയൊക്കെ പറയുന്ന പാലല്ലേ, ഗുഡ് ലൈഫാണ് ഇവിടെ നാട്ടിൽ പറയുന്നത്. ആ ഒരു ലിറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അത്ര ഇത് മറ്റേ റൂ അഫ്സാൻ്റെ സിറപ്പാണ് ഒഴിക്കുന്നത്. പിന്നെ ചെറിയ ക്യാന്, അത് അര ക്യാന് മിൽക്ക് മെയ്ഡ് ആണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര ഞാൻ തീരെ ഇടുന്നില്ല, എനിക്ക് മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമുക്ക് സ്വീറ്റ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ മിൽക്ക് മെയ്ഡ് കുറച്ചധികം ഒഴിച്ചാൽ മതി. പിന്നെ ഇത് നല്ലോണം മിക്സ് ആക്കി കഴിഞ്ഞാൽ പിങ്ക് കളർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ 2 ഇൻഗ്രീഡിയൻസ്, അതെന്ന് വെച്ചാൽ ബത്തയും വാട്ടർമെലൺ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, സ്ട്രോബെറി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നല്ല നുറുക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിരിക്കണം അത് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ സാബുദാനയില്ലേ, വെളുത്തത്, അപ്പോൾ അത് ബോയിലാക്കിയിട്ട് കുക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പായസത്തിലെല്ലാം കാണുന്നത് ആഡ് ചെയ്യുന്നതില്ലേ, അതേ സെയിം സാധനം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നല്ലോണം ഐസ് ക്യൂബ്സ് ഇടാം. നല്ലോണം തണുത്തിട്ട് വേണം ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്ട്രോബെറി ജെല്ലി ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 സ്പൂണിൻ്റെ അത്ര ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കൂടുതൽ ആദ്യം തന്നെ സ്ട്രോബെറി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെൽട്ടായിട്ട് ഈ പാലിൻ്റെ ഒക്കെ തന്നെ അത് വരും. അപ്പോൾ സെർവിങ് ടൈം ആകുമ്പോൾ മാത്രം ഈ ജെല്ലി സ്ട്രോബെറി ജെല്ലിയാണ്. അപ്പം അത് മേലെ ഇങ്ങനെ സെർവിങ് ചെയ്യുന്ന സമയത്താണ്, കുടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്ലാസ്സിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അടിപൊളി ജ്യൂസാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.